സർ, വേനൽക്കാലം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത്? ഈ വേനൽ ചൂടില് ഇപ്പൊ ഗ്രീഷ്മചര്യ ആയുർവേദത്തില് വളരെയധികം വ്യക്തവും വസ്തുനിഷ്ഠവുമായിട്ട് വേനൽക്കാല പരിചരണം പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ചൂട് കുറയ്ക്കാനും ശരീരത്തെ തണുപ്പിക്കാനും മനസ്സും കുളിർക്കാനും എല്ലാം ഉതകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ആഹാരം, വിഹാരം, ഔഷധം, ചികിത്സ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ പൊതുവെ ആഹാര കാര്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അമിതമായിട്ടുള്ള എരിവ്, പുളി, മസാലകളെല്ലാം കുറച്ചുകൊണ്ടും ദ്രവരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കും പഥ്യമായിട്ടുള്ളത്. പിന്നെ പുറത്ത് പോകുമ്പോൾ കഴിയുന്നതും ചൂട് കൂടുതലുള്ള സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക. പോകുമ്പോൾ തന്നെ കുടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരുത്തി വസ്ത്രങ്ങളൊക്കെ കൂടുതൽ ഈ അവസ്ഥയിൽ ഉപയോഗിക്കാവുന്നതാണ്. ചൂട് കുറയ്ക്കാനും ശരീരത്തെ സംരക്ഷിക്കാനും. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം, നിർജ്ജലീകരണം വരാതെ നോക്കണം, നല്ലപോലെ വെള്ളം കുടിക്കണം. പിന്നെ ആയുർവേദത്തിൽ ഇതിന്റെ ചികിത്സ പറയുകയാണെങ്കിൽ ഔഷധങ്ങളുണ്ട്. ശരീരത്തെ തണുപ്പിക്കാവുന്ന കുറേ മരുന്നുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ദ്രാക്ഷാദി കഷായം, ചന്ദനാസവം, അങ്ങനെ അവസ്ഥക്കനുസരിച്ചിട്ട് വൈദ്യനിർദ്ദേശപ്രകാരം ഔഷധങ്ങൾ കഴിക്കാവുന്നതാണ്. പൊതുവെ പിത്തത്തെ കുറയ്ക്കുന്ന ഔഷധങ്ങളാണ് ഇതെല്ലാം. പിന്നെ ചികിത്സയിലും തന്നെ പാനജലം, രാമച്ചം, ചന്ദനം, ഇരുവേലി, നറുനീണ്ടി ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഈ അവസ്ഥയിൽ ധാരാളമായിട്ട് കുടിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. പിന്നെ ട്രീറ്റ്മെന്റിൽ തന്നെ തക്രധാര, പിന്നെ സ്നാനജലം, കുളിക്കാനുള്ള വെള്ളം, നാൽപ്പാമരം, ഇരുവേലി, രാമച്ചം തുടങ്ങിയ ശീതവീര്യങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്ത് തിളപ്പിച്ച് ആറിയ വെള്ളം ദേഹത്ത് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ശരീരത്തെ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളും ഇത്തരത്തിലുള്ള ചികിത്സയെക്കുറിച്ചിട്ടുള്ള അറിവുകൾക്കും തീർച്ചയായിട്ടും ഷൊർണൂർ മാധവം ആയുർവേദ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.